ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. വക്കുഭാഗം നന്നായി മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഒരു 3 അച്ച് ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു 230 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. നൂൽപ്പരുവൊന്നും ആവണ്ട, ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മതി. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം, അതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അരി അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനിയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഏകദേശം ഒരു 1/2 കപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അരി അരയ്ക്കുമ്പോൾ അരി ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവാതെ ഇതുപോലെ കുറച്ചൊന്ന് തരികളായിട്ട് വേണം അരച്ചെടുക്കാൻ. അതിനുശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. പഴം ചേർത്തിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ചക്ക ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം. ഇത് ചെറിയ സൈസുള്ളതായതുകൊണ്ട് ഒരു 10-12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1/2 കപ്പ് അളവിലുള്ള ചക്കയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോളം എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അതിന് പകരം മൈദയോ ചേർത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചക്കയുടെ മധുരത്തിനനുസരിച്ചാണ് ശർക്കര ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ മാവ് കുറച്ചൊന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാൻ പാടില്ല, എന്നാൽ ലൂസാവാനും പാടില്ല. ആ രീതിയിൽ ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പം കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് നാളികേരക്കൊത്ത് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. നാളികേരക്കൊത്തോ അല്ലെങ്കിൽ നാളികേരം വറുത്തിട്ടോ അങ്ങനെ എടുത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1-1.5 ടീസ്പൂൺ വരെ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ഉണ്ണിയപ്പത്തിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഉണ്ണിയപ്പം നന്നായി പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ ഏതായാലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കുഴിയുടെയൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നിറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് മാവ് പുറത്തേക്ക് ഒഴുകി വരിക. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ പിന്നെ കുഴിയിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു കളറാകുമ്പോൾ ഓരോന്നായിട്ട് എടുക്കാം. ഉണ്ണിയപ്പം നമ്മൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കരുത്. നന്നായിട്ട് എണ്ണ കുടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. ഉണ്ണിയപ്പത്തിൻ്റെ കളറ് നല്ല ഡാർക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിൽ അധികം സമയം ഇട്ട് വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോഴാണ് ഉണ്ണിയപ്പം ഹാർഡായി പോവുക. അത്യാവശ്യം നല്ല കളറായി കഴിയുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാലും അത് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ആ കളറ് ഒന്നും കൂടി ഒന്ന് ഡാർക്കായി വരും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. ചൂടോട് കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ വക്ക് ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും നല്ലോണം ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഉണ്ണിയപ്പം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പഴം ചേർത്തിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ അടുത്തും ചക്കയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്.
അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്